ബലിയർപ്പണം നടത്താണ്ട് ഈ ഒരു വിമോചനം നടക്കില്ലെന്ന് സുവിശേഷം വ്യക്തമായപ്പോൾ അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് കാര്യമില്ല, രോഗശാന്തികൾ സംഭവിച്ചിട്ട് കാര്യമില്ല, അത്ഭുതങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല, തകർച്ചകളുണ്ടായിട്ട് കാര്യമില്ല, എന്ത് സംഭവിച്ച ഒരു കാര്യമില്ല. ജനത്തിന് പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ ഒരു ബലി നടക്കണം, ഒരു വിഭജിക്കപ്പെടലും ഒരു ചിന്തപ്പെടലും നടക്കണം, തിരിച്ചോര അവന്റെ മേൽ വീഴ്ത്തപ്പെടണം. അതാണ് ഓരോ വിശുദ്ധ കുർബാന തിരിച്ചറിയണം. അല്ലാണ്ട് പിശാച് അല്ലെങ്കിൽ കിട്ടും, അല്ല അവന്റെ തലക്കെട്ട്. അതാണ് ആദിജാതന്മാരെ അടിക്കാത്തത്, തലക്കെട്ടടി കിട്ടുമെന്ന് അർത്ഥമാണ്. തലക്കെട്ട് കുടുംബത്തിലെ അപ്പനിട്ട് അടി കിട്ടും, അമ്മയ്ക്കിട്ട് അടി കിട്ടും, അവന്റെ ജീവിതത്തിലെ ഭാവിക്കിട്ട് അടി കിട്ടും, തലക്കെട്ട് അടി കിട്ടും. ഉറപ്പാ. ഇത് സ്വീകരിക്കാതിരിക്കുന്ന ദൈവമക്കള്, കുമ്പസാരിക്കാത്ത മക്കള്, വിശുദ്ധിയില്ലാത്ത കുർബാന സ്വീകരിക്കുന്ന മക്കള് ഒക്കെ ഓർത്തോണം, തലക്കെട്ട് അടി കിട്ടും. സൗഖ്യം കിട്ടുന്നത് ഈ ഒരു സമയത്താണ്. അങ്ങനെ പെസഹ ആചരിച്ചപ്പോൾ രാത്രിയിൽ സംഹാരദൂതൻ മരണം സംഭവിക്കുക, മരണം ഔപരിക പോവുക. എന്താണ് കടന്നു പോകലൂടെ സാഹചര്യം? മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള കടത്തുക. മരണത്തിൽ ജീവനിലേക്ക് പോകണമെങ്കിൽ അതിനിടയിൽ വേണ്ടത് സ്വന്തം കഴിവുകൊണ്ട് പറ്റില്ല, സ്വന്തം ചോര കൊണ്ട് പറ്റില്ല, മൃഗത്തിന്റെ ചോര കളഞ്ഞെല്ലാം പാപം കൊണ്ട് മാലിന്യം. ഈശോയുടെ ചോരയ്ക്ക് മാത്രമേ, ഈശോയുടെ രക്തത്തിന് മാത്രമേ ഒരുവനെ പാപത്തിന്റെയും പിശാചിന്റെയും അടിമത്തത്തിൽ നിന്ന് പുറത്തുകൊണ്ടുവന്നത് പറവോടെ കീഴിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകാൻ പറ്റുള്ളൂ. സഭ ദേഷ്യപ്പെടാറുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് പോകാത്ത മക്കളെ നോക്കി ശപിക്കുന്ന അച്ഛന്മാരെ പോലും എനിക്കറിയാം. കാരണം അത്ര പറയുന്നത് ആരെയും നശിപ്പിക്കാൻ വേണ്ടി ശപിക്കുകയല്ല, മറിച്ച് പറയുക, മക്കൾ ഇതല്ലാണ്ട് വേറൊരു വഴിയിലൂടെ നിങ്ങളൊന്നും പിശാചിന്റെ ഭരണം അവസാനിക്കില്ല. പിശാചിന്റെ ഭരണം, തിന്മയുടെ ശക്തിയുടെ ഭരണം അവസാനിക്കണമെങ്കിൽ ഒരു വലിയ അർപ്പണം നടക്കണം, അല്ലാണ്ട് വേറൊന്നും. നമ്മൾ ഇന്ന് ആദ്യ ശനിയാഴ്ച ശുശ്രൂഷ, നമ്മുടെ ഏറ്റവും വലിയ ശുശ്രൂഷ പോകുന്നത് നമ്മൾ തുറന്ന അഭിഷേക പ്രാർത്ഥന നടത്തും. അതിനുശേഷം നമ്മൾ വിശുദ്ധ കുർബാനയുടെ അടുത്തേക്ക് നമ്മൾ ആ സമയത്ത് ഇവിടെ ഒരു മുറിക്കപ്പെടലുണ്ട്, ചിന്തപ്പെടലുണ്ട്, രണ്ടും നടക്കും. അതിലൂടെയാണ് പിശാചിന്റെ അടിമത്തം വിട്ടുപോകും. നിങ്ങളുടെ മേലുള്ള സാത്താന്റെ കട്ടഴിയും പറവോ നിങ്ങളെ വിട്ടയക്കും. പറവോ നിങ്ങളെ വിട്ടയക്കും, പറയും. അസ്വീകരിക്കാതെ വരുമ്പോഴാണ് അവൻ അവിടെ തന്നെ നിൽക്കും. നീ പോകാൻ പറ്റത്തില്ല, നീ പോകാൻ പറ്റില്ല, എന്നാ പറഞ്ഞ കാര്യമില്ല, എന്ത് അടയാളം കാണിച്ചിട്ട് കാര്യമില്ല, എന്ത് ഹീലിംഗ് കാണിച്ചിട്ട് കാര്യമില്ല, എന്ത് അത്ഭുതം കാണിച്ചിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. ഇവിടെ ബലിയർപ്പണം നടന്നേ പറ്റൂ, ബലിയിലൂടെ മാത്രമേ സംഭവിക്കൂ. അല്ലാണ്ട്